ആരുടെയെങ്കിലും ബ്രാ സ്ട്രാപ്പ് പുറത്തു കണ്ടാൽ അസ്വസ്ഥരാകുന്നവരാണ് പലരും. എന്തിനേറെ അത് വലിയ തമാശയ്ക്ക് തന്നെ കാരണമാകും. എന്നാൽ ആ സ്ഥാനത്ത് ഒരു പുരുഷന് തൻ്റെ ബനിയനോ മറ്റോ മറയ്ക്കാതെ ഉണക്കാനിടാൻ കഴിയും. എന്തുകൊണ്ടാണ് ബ്രാ എന്ന വസ്ത്രം ഇപ്പോഴും വലിയൊരു വിഷയമാകുന്നത്? അയഞ്ഞ തൂങ്ങിയ മാറിട ശരീര സൗന്ദര്യത്തിന് വികലമായ കാഴ്ചയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ശാരീരികാവസ്ഥ പലപ്പോഴും വാർദ്ധക്യത്തിലാണ് സംഭവിക്കുന്നതെങ്കിലും പ്രായം കുറഞ്ഞ സ്ത്രീകളിലും ഈ അവസ്ഥ ഉണ്ടായി കാണാറുണ്ട്. ബ്രാ ധരിക്കാത്തതാണ് ഇതിന് കാരണം. അയഞ്ഞു തൂങ്ങിയ മാറിട ഒട്ടും ആകർഷകമല്ലെങ്കിലും ദിവസം മുഴുവൻ ബ്രാ ധരിക്കുന്നത് അത്ര സുഖകരമല്ലെന്ന കാര്യം പറയാതിരിക്കാനാവില്ല. ബ്രായുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ചില പെൺകുട്ടികൾ വിവരിക്കുന്നുണ്ട്. അതിൽ 24-കാരിയായ ഒരു യുവതി പറയുന്നത് ഇങ്ങനെയാണ്: തുടക്കത്തിൽ എനിക്ക് ബ്രാ ധരിക്കാൻ ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ക്രമേണ അതെൻ്റെ ശീലമായി. എൻ്റെ കൗമാരപ്രായത്തിൽ അമ്മ എന്നോട് ബ്രാ ധരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത്തരം ഇറുകിയ ഒരു വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ഞാൻ അന്ന് ദേഷ്യപ്പെടുമായിരുന്നു. എന്നാൽ ഞാൻ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ്. എൻ്റെ ശരീരത്തിൽ വിവിധ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ മാറ്റങ്ങളിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മാറിടം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രാ ധരിക്കേണ്ടത് പ്രധാനമായത്. എന്നാൽ ബ്രാ ധരിക്കുന്നത് എളുപ്പമായിരുന്നില്ല എനിക്ക്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത് ദിവസം മുഴുവൻ ധരിക്കുക എന്നതായിരുന്നു. ബ്രാ ധരിച്ചതിന് ശേഷം ശരീരം കൂട്ടിക്കെട്ടിയ പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ക്രമേണ അതെൻ്റെ ശീലമായി മാറി. ഇപ്പോൾ അത് അണിയാതിരുന്നാൽ എന്തോ ശൂന്യത പോലെയാണ് എനിക്ക് തോന്നുന്നത്. തുടക്കത്തിൽ ഇത് ഒട്ടും സുഖകരമല്ലായിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്ന പോലെയാണ്. പലപ്പോഴും ബ്രായുടെ സ്ട്രാപ്പുകൾ ഉയരുന്നത് കൊണ്ട് ശരീരത്തിൽ പാടുകൾ ഉണ്ടാകാറുണ്ട്. വേനൽക്കാലത്താവട്ടെ എനിക്ക് വിയർപ്പ്, ചൂട്, ചൊറിച്ചിൽ, കുരുക്കൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെയും. ഇതുമാത്രമല്ല, പലപ്പോഴും ചുണങ്ങ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ബ്രാ കാരണമാകാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും സ്തനങ്ങൾ ശരിയായ സ്ഥാനത്ത് നിലനിർത്താനും ടൈറ്റായി ഇരിക്കാനും ബ്രാ സഹായിക്കുന്നുണ്ട്. സ്തനങ്ങൾ അയഞ്ഞു തൂങ്ങുകയുമില്ല. മാത്രമല്ല, വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സ്തനങ്ങൾക്ക് സ്ഥാനചലനം സംഭവിക്കുകയുമില്ല. അതിനാൽ ഇത് അരോചകമായി ഇപ്പോൾ എനിക്ക് കാണപ്പെടാറില്ല. എന്നാൽ ദിവസം മുഴുവൻ ബ്രാ ധരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമാണ്. അതുകൊണ്ട് രാത്രിയിൽ ബ്രാ ധരിച്ച് ഉറങ്ങാറില്ല. അടുത്തത് ന്യൂഡൽഹിയിലെ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയുടെ മറ്റൊരു അനുഭവമാണ്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്: ദിവസം മുഴുവൻ ബ്രാ ധരിക്കുന്നത് അസുഖകരമാണ് എനിക്ക്. ആദ്യമായി ബ്രാ ഇട്ടപ്പോൾ എൻ്റെ നെഞ്ചിൽ ആരോ പിടിച്ച പോലെയാണ് തോന്നിയത്. ശ്വാസം എടുക്കാൻ കഴിയാത്തതുപോലെ എനിക്ക് തോന്നി. ആ സമയത്ത് അത് എടുത്തു വലിച്ചെറിയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വേർപെട്ടുകൾ എനിക്ക് താനെ മാറിപ്പോയി. ബ്രാ ഇല്ലാതെ പുറത്തിറങ്ങാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇപ്പോൾ. പക്ഷെ വീട്ടിൽ വന്ന ഉടനെ ഞാനത് അഴിച്ചു മാറ്റും. എന്ത് ഒരു സത്യമാണ് താനും. അപ്പോഴാണ് എനിക്ക് ആശ്വാസം തോന്നുക. ബ്രാ ധരിക്കണോ വേണ്ടയോ എന്നത് ഒരു പെൺകുട്ടിയുടെ സ്വന്തം തിരഞ്ഞെടുപ്പായിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ സമൂഹത്തെ ഭയന്നായിരിക്കരുത് അവൾ അത് ധരിക്കേണ്ടത്. പക്ഷേ ഇത്രയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ബ്രാ എന്തിന് ധരിക്കേണ്ടി വരുന്നു എന്നതാണ് ചോദ്യം. നിങ്ങൾ അത് ധരിക്കേണ്ടതുണ്ടോ? ഇതിന് മറുപടിയായി അവൾ പറയുന്നത് ഇതാണ്: പുരുഷാധിപത്യ ചിന്തകളുടെ ചുമട് താങ്ങികളാണ് സ്ത്രീകൾ. അവർക്ക് എന്താണ് ശരിയെന്നും അല്ലാത്തതെന്നും ഈ ഉത്തരവാദിത്വ ബോധം അവരെ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ പുരുഷാധിപത്യ രീതികളുമായി പൊരുത്തപ്പെടാൻ ഒരു സ്ത്രീ വിസമ്മതിച്ചാൽ അവൾ പിന്നെ ധിക്കാരി അല്ലെങ്കിൽ വൃത്തികെട്ടവളായി മാറും. ഘടനയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ അവകാശങ്ങൾ വസ്ത്രങ്ങളും വിഭജിച്ചിട്ടുണ്ട്. പുരുഷാധിപത്യ സമൂഹം ഇപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് പുരുഷന്റെ ഈ യാഥാസ്ഥിതിക ചിന്തയുടെ ഭാഗമാകാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല. ബ്രാ ധരിക്കണോ വേണ്ടയോ എന്നത് അവർ തന്നെ തീരുമാനിക്കണം, അല്ലാതെ പുരുഷന്മാരല്ല. മറ്റൊരു യുവതി പറയുകയാണ്: ഗ്രാമങ്ങളിൽ ബ്രായെ ബോഡി എന്നാണ് വിളിക്കുക. ചില നഗരങ്ങളിൽ പെൺകുട്ടികൾ ഇതിനെ ബി എന്നാണ് വിളിക്കുന്നത്. ബ്രായുടെ പരാമർശം ഞങ്ങളുടെ ഗ്രാമത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കും. എന്നാൽ പെൺകുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ ബോധവതികളായിട്ടുണ്ട്. ബ്രാ എന്നത് തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പുരുഷ പ്രത്യയശാസ്ത്രമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പല സ്ത്രീകളും ബ്രായെ എതിർക്കാൻ തുടങ്ങിയത്.
നോട് നോ പറയുകയും അത് ധരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന നിരവധി സ്ത്രീകൾ ഇന്ന് ലോകമെമ്പാടുമുണ്ട്. ബ്രാ ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത ചില സ്ത്രീകളുണ്ട്. 2017 ദക്ഷിണ കൊറിയൻ മോഡലും നടിയുമായ സൂളി ഒരു ഫെമിനിസ്റ്റ് ക്യാമ്പയിന് തുടക്കമിട്ടു. അതിന് നോ ബ്രാ മൂവ്മെന്റ് എന്ന് പേരിട്ടു. ബ്രാ ഇല്ലാതെ ടോപ്പ് മാത്രം ധരിച്ച് അവൾ സോഷ്യൽ അക്കൗണ്ടിൽ ഒരു ചിത്രം അപ്ലോഡ് ചെയ്തു. ഇതിന്റെ പരിണിത ഫലമായി ജോലിയിടങ്ങളിലും ബാറുകളിലുമെല്ലാം സ്ത്രീകൾ ബ്രാ ധരിക്കാതെ സന്ദർശിക്കാനും നടക്കാനും തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ ഇത് വൻ കോളിളക്കം സൃഷ്ടിച്ചു. സ്ത്രീകൾ #നോ ബ്രാ എന്നെഴുതി ബ്രാ ധരിക്കാതെയുള്ള വസ്ത്രം ധരിച്ച് സ്വന്തം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കാൻ തുടങ്ങി. പ്രതിഷേധത്തിന്റെ തനതായ രീതികൾ പേരുകേട്ട ഫാൻ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സ്ത്രീകൾ സ്വന്തം നെഞ്ച് മറച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി. അതുപോലെ 1960 ബ്രാ ബേണി എന്നൊരു പ്രസ്ഥാനം വന്നു. ഇതിൽ സ്ത്രീകൾ ബ്രാ കത്തിച്ചാണ് പ്രതിഷേധിച്ചിരുന്നത്. അതേസമയം ചില സ്ത്രീകളായിട്ട് ബ്രാ കത്തിക്കാതെ അത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു പ്രത്യേക രീതിയായിരുന്നു ഇത്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഒക്ടോബർ 13 നാഷണൽ നോ ബ്രാ ഡേ ആഘോഷിക്കുന്നുണ്ട്. സ്ഥാനാർബുദത്തിനെതിരെ ബോധവൽക്കരണം നടത്താനാണ് ഇത് ആഘോഷിക്കുന്നത്. ബ്രാ ധരിക്കാത്തതിനെ അനുകൂലിക്കുന്ന കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു യുവതി സമാനമായ ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിനോട് നമുക്ക് സ്വയം അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്കും അനുഭവപ്പെടും. നേരത്തെ ബ്രായില്ലാതെ പൊതുസ്ഥലങ്ങളിൽ പോകുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ക്രമേണ അത് കംഫർട്ടബിൾ ആയി. എന്നാൽ ബ്രാ ധരിക്കണോ വേണ്ടയോ എന്ന് പെൺകുട്ടികളും സ്ത്രീകളും സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ബ്രായില്ലാതെ വീടിന് പുറത്തിറങ്ങുന്നതിനോട് സ്ത്രീകൾക്ക് സമ്മിശ്ര വികാരമാണ് ഉള്ളത്. അതേപ്പറ്റി ഡൽഹിയിലെ ഒരു യുവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രാ നമ്മുടെ ശരീരത്തിലെ ഒരു അധിക വസ്ത്രമാണെങ്കിൽ സ്ത്രീകൾ അത് ധരിക്കാതെ പുറത്തു പോകരുതെന്ന ധാരണ സമൂഹം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ബ്രാ എന്നതിന് അവർ മാന്യമായി കാണേണ്ടത് വളരെ പ്രധാനമാണ്. ഈ ആളുകൾ ബ്രാ നമ്മളെ ശീലമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ബ്രാ ഇല്ലാതെ നമ്മളെ കാണുമ്പോൾ നമുക്ക് സ്വയം അസ്വസ്ഥത തോന്നുന്നത്. അടുത്ത് വേറൊരു യുവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രാ ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ കഴിയില്ല. ബ്രാ സ്തനങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ബ്രാ ഇട്ടിട്ടില്ലെങ്കിൽ സ്തനങ്ങൾ അയഞ്ഞു തൂങ്ങും. ബ്രാ ധരിക്കാതെ കൊണ്ട് യുവതികൾ പോലും പ്രായമായതുപോലെ ആണ് തോന്നുന്നത്. അതേസമയം ബ്രാ ധരിക്കുന്നതിലൂടെ വസ്ത്രങ്ങളുടെ ഫിറ്റിംഗ് മെച്ചപ്പെടുന്നു. ബ്രാ ധരിക്കാതെ പെൺകുട്ടിയെ അപേക്ഷിച്ച് ബ്രാ ധരിച്ച ഒരു പെൺകുട്ടി കൂടുതൽ ആകർഷകമായി കാണപ്പെടാം. എങ്കിലും ബ്രാ ധരിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്നാണ് ഈ യുവതി പറയുന്നത്. ഇനി ബ്രായുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ സ്ത്രീകൾ എപ്പോഴും ബ്രാ ധരിച്ചിരുന്നോ അതോ മാറുമറച്ചിരുന്നോ എന്ന് പറയുക അസാധ്യമാണ്. ബ്രാ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ ബ്രാ എന്ന വാക്ക് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ബ്രാ എന്നത് ഫ്രഞ്ച് പദമായ ബ്രാസിയർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. ശരീരത്തിൻ്റെ മുകൾ ഭാഗം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ആധുനിക ബ്രാ എവിടെയാണ് നിർമ്മിച്ചത്? അതിൻ്റെ ഉത്തരം ഫ്രാൻസ് എന്നാണ്. 1869 ഫ്രാൻസിലെ ഹെർമിൻ കഡോൾ ജാക്കറ്റ് പോലുള്ള ഒരു വസ്ത്രം ധരിക്കുകയും വിൽക്കുകയും ചെയ്തു തുടങ്ങി. റോമൻ സ്ത്രീകൾ സ്തനങ്ങൾ മറയ്ക്കാനായി നെഞ്ചിൽ തുണി കെട്ടുമായിരുന്നു. ഗ്രീക്ക് സ്ത്രീകളായ സ്തനങ്ങൾ ഉയർന്നു നിൽക്കാനായി ബെൽറ്റ് കെട്ടിയിരുന്നു. ബ്രായുടെ ആദ്യകാല രൂപങ്ങളായിരുന്നു ഇവ. എന്നാൽ നമ്മൾ ഇന്ന് സ്റ്റോറുകളിൽ കാണുന്ന ബ്രാകൾ 1930കളിൽ അമേരിക്കയിൽ നിർമ്മിച്ചു തുടങ്ങിയതാണ്. സ്ത്രീകൾ എപ്പോഴും ബ്രാ ധരിക്കാറുണ്ടായിരുന്നില്ല. ബ്രാ എന്ന വസ്ത്രം സ്ത്രീകളുടെ ജീവിതത്തിൽ ഇടം പഠിച്ചതിന് പിന്നിൽ പുരുഷന്മാരുടെ കൈകൾ ഉണ്ടായിരുന്നു. സ്ത്രീകളെ എപ്പോഴും ഒരു ആകർഷക വസ്തുവായാണ് പുരുഷന്മാർ കണക്കാക്കിയിരുന്നത്. അതേസമയം ബ്രാ ഒരു ലൈംഗിക വസ്ത്രവുമാണ്. ഒരു സ്ത്രീ ബ്രാ ധരിച്ചാൽ അവൾ സെക്സിയായി കാണപ്പെടുന്നു. പുരുഷന്മാർ അവളെ ആസ്വദിക്കാൻ ഉത്സുകരായി. രണ്ടാമത്തെ കാരണം ബിസിനസ്സാണ്. ബ്രാ ഇല്ലാതെയും ജീവിക്കാം. എന്നാൽ ബിസിനസ്സുകാർക്ക് ഈ മേഖലയിൽ ബിസിനസ് വിപുലീകരിക്കാൻ ബ്രാ നല്ലൊരു ഉപാധിയായി മാറി. ഇതിനുശേഷം വ്യത്യസ്ത തരം ബ്രാകൾ നിർമ്മിച്ച് അവർ ക്രമേണ ബിസിനസ് വിപുലീകരിക്കാൻ തുടങ്ങി. കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ ബ്രാ ധരിക്കുന്ന ഒട്ടും സുഖകരമല്ല. അതിനാൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികൾ ബ്രാ ധരിക്കാറില്ല. മിക്കവാറും എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബ്രാ ഒഴിവാക്കും. ലോകം മുഴുവൻ കോവിഡിന്റെ പിടിയിൽ അകപ്പെട്ടപ്പോൾ ബ്രായുടെ വിൽപ്പനയിൽ വൻ ഇടിവുണ്ടായി. COVID-19 കാലത്ത് ഭൂരിഭാഗം പേരും വർക്ക് ഫ്രം ഹോം രീതിയിലാണ് ജോലി ചെയ്തത്. അത്തരമൊരു സാഹചര്യത്തിൽ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ സുഖമായിരിക്കാൻ ബ്രാ ധരിക്കുന്നത് ഒഴിവാക്കിയിരുന്നു.
33-കാരിയായ ഒരു അധ്യാപിക പറയുന്നത് കോവിഡിൻ്റെ സമയത്ത് എല്ലാ സ്കൂളുകളും കോളേജുകളും അടച്ചിരുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ ഭാവി എന്ന് കരുതുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു. എല്ലാ അധ്യാപകരും കുട്ടികളെ ഓൺലൈനിൽ പഠിപ്പിച്ചു. ഓൺലൈൻ ക്ലാസ്സുകൾ ഉള്ളപ്പോൾ ഞാൻ ബ്രാ ധരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ക്ലാസ് കഴിഞ്ഞാലുടൻ ഞാൻ അത് അഴിച്ചു കളയുമായിരുന്നു. ബ്രാ ഇല്ലാതെ ഇരിക്കുക എന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. ദിവസം മുഴുവൻ ഇത് ധരിക്കുന്നത് ഒട്ടും സുഖകരമല്ലതാണ്. ശ്വാസം നിലച്ച പോലെ തോന്നും. അതേസമയം ബ്രാ ധരിക്കാതെ ഇരിക്കുന്നത് കൂടുതൽ സുഖപ്രദമായി തോന്നാം. ഒരു ഭാരം നീങ്ങിയതുപോലെ തോന്നുന്നു. എന്നാൽ ബ്രാ ധരിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. സ്ത്രീ ശരീരത്തിലെ പ്രധാന ഭാഗമാണ് സ്തനങ്ങൾ. ശരീരത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രവുമാണ് സ്തനങ്ങൾ. ബ്രാ ധരിക്കാതെ ജീവിക്കുന്നത് സ്തനാർബുദം വരാനുള്ള സാധ്യതയെ കുറയ്ക്കും. ബ്രാകൾ സ്തനവളർച്ചയെ സഹായിക്കുന്നുണ്ട്. ഇത് ധരിക്കാത്തത് സ്തനവളർച്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബ്രാ ധരിക്കാത്ത പെൺകുട്ടികളുടെയോ സ്ത്രീകളുടെയോ സ്തനങ്ങൾ തൂങ്ങിത്തുടങ്ങും. ഇതുമാത്രമല്ല, ബ്രാ ധരിക്കാത്തത് കൊണ്ട് ബ്രാ സൈസ് കൂട്ടും. എന്നാൽ 12 മണിക്കൂർ കൂടുതൽ ബ്രാ ധരിക്കുന്നത് ദോഷകരമാണെന്നതും സത്യമാണ്. രാത്രിയിൽ രക്തചംക്രമണം വർദ്ധിച്ച നിലയിലായിരിക്കും. അതുകൊണ്ട് ബ്രാ ഉറങ്ങാൻ നേരത്ത് ഒഴിവാക്കാം. എന്നാൽ ശരിയായ ബ്രാ വസ്ത്രത്തിന് ഒരു ആകർഷകത്വം നൽകും. വ്യത്യസ്ത തരം ബ്രാ ആവശ്യമുള്ള നിരവധി വസ്ത്രങ്ങളുണ്ട്. ബ്രാ ധരിക്കാതെയുള്ള വസ്ത്രധാരണം മൊത്തം ലുക്കിനെ വികലമാക്കും. കാണില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ബ്രാ ഒഴിവാക്കുന്നത് ശരിയല്ല എന്നാണ് ചിലർ പറയുന്നത്. അടുത്തത്, ബ്രാ സ്ട്രാപ്പ് പുറത്ത് കണ്ടാൽ അല്ലെങ്കിൽ അത് പുറത്ത് ദൃശ്യമായ ഉടനെ അടുത്തുള്ളവർ ശരിയാക്കൂ എന്ന് അടക്കം പറയും. ബ്രാ പുറത്ത് ഉണക്കരുതെന്ന് താക്കീത് ചെയ്യുന്നവരുമുണ്ട്. ആരെങ്കിലും കണ്ട എന്തു പറയും? എന്തുകൊണ്ടാണ് ബ്രാ എന്ന വസ്ത്രത്തെ ഇത്രത്തോളം മറച്ചു പിടിക്കേണ്ടതുണ്ടോ? ഓരോ പെൺകുട്ടിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു തുണി മാത്രമാണെന്നും രഹസ്യമായ കാര്യമല്ലെന്നുമാണ് ചോദ്യം. കുളിക്കാൻ പോകുമ്പോഴും സ്ത്രീകൾ അടിവസ്ത്രങ്ങൾ വസ്ത്രത്തിനുള്ളിൽ മറച്ചു പിടിക്കും. ഇത് മാത്രമല്ല, ഉണക്കുമ്പോൾ അത് ആരും കാണാതിരിക്കാൻ അവൾ മറ്റു വസ്ത്രങ്ങൾക്കിടയിൽ സൂക്ഷിക്കും. കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ ഇന്നും സമൂഹം ബ്രായെ എന്തോ വലിയ പ്രശ്നമായി കാണുന്നത് തുടരുന്നു. ഒരു പെൺകുട്ടിയുടെയോ സ്ത്രീയുടെയോ ബ്രാ സ്ട്രാപ്പ് പുറത്തു കണ്ടാൽ ആളുകൾ അതിനെ വിചിത്രമായി നോക്കും. അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. മൂല്യങ്ങളില്ലാത്ത പെൺകുട്ടിയായി അവളെ ചിത്രീകരിക്കും. ഈ ചിന്ത മാറ്റേണ്ടത് വളരെ പ്രധാനമാണ്. ബ്രായുടെ സ്ട്രാപ്പ് ദൃശ്യമാകുന്നത് വലിയ കാര്യമല്ല, വളരെ സാധാരണമാണ്. പുരുഷന്മാരുടെ വസ്ത്രത്തിൻ്റെ സ്ട്രാപ്പ് പുറമെ കാണുന്നത് പോലെയേ ഉള്ളൂ അതും.